ready. They have to get tested and പുതിയ 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 ടെക്നോളജി അത് പിന്നെ ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പീപ്പിൾ സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ്. പിന്നെ നമ്മൾ സബ്സിഡി സ്കീമിൽ നമ്മൾ DCR മോഡ്യൂൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഡൊമസ്റ്റിക്കലി മാനുഫാക്ചർ അതിന്റെ ഒരു 70% to 80% എങ്കിലും നമ്മൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത പാനലായിരിക്കണം. അതിന്റെ സെല്ലുകൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്തായിരിക്കണം. സെല്ലുകൾ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇമ്പോർട്ട് ചെയ്ത സെല്ല് ഉപയോഗിക്കാതെ ആ സബ്സിഡിയിൽ ഒരു കണ്ടീഷനാണ്. ബിക്കോസ് സബ്സിഡി എനിവേ പോർഷൻ ഓഫ് ഇറ്റ് ഗവൺമെന്റ്. സോ അതിനകത്ത് നമ്മൾ ഇന്ത്യയിലുള്ള മാനുഫാക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാനലുകൾ DCR കണ്ടന്റ് ഉണ്ടായിരിക്കണം. ഡൊമസ്റ്റിക്കലി മാനുഫാക്ചർഡ് ആയിട്ടുള്ള കണ്ടന്റ് അതിലുണ്ടായിരിക്കണം. അതിന്റെ ഇത്ര പെർസെന്റേജ് ഉണ്ടായിരിക്കണം. സെല്ലുകൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിരിക്കണം. അതിനൊരു സർട്ടിഫിക്കറ്റ് DCR സർട്ടിഫിക്കറ്റ് മാനുഫാക്ചർ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സബ്സിഡി സ്കീം നടത്തുന്നത്. ഇപ്പൊ KSEBയുടെ സബ്സിഡി സ്കീമിൽ FAT എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ കൂടെയാണ് പോകുന്നത്. ഫാക്ടറി അക്സെപ്റ്റൻസ് ടെസ്റ്റ്. അതായത് ഇപ്പോൾ ഒരു 100 കിലോവാട്ട് നമ്മൾ പാനൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 100 കിലോവാട്ടിന്റെ പാനൽസിന് FTR റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടുണ്ട്. ആ FTR റിപ്പോർട്ട് KSEBയിൽ കൊടുത്തു കഴിഞ്ഞാൽ KSEBയുടെ ഒരു എഞ്ചിനീയർ വിൽ കണ്ടക്ട് FAT, ഫാക്ടറി അക്സെപ്റ്റൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ഈ 100 കിലോവാട്ടിന്റെ പാനലിൽ അത് കണ്ടക്ട് ചെയ്യും. എന്നിട്ട് FAT റിപ്പോർട്ടോടു കൂടിയാണ് ഈ പാനൽസ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ കസ്റ്റമറിന്റെ സൈറ്റിലും വിത്ത് സീരിയൽ നമ്പർ നമ്മൾ KSEBയുടെ പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് 5 year ഗ്യാരണ്ടി KSEB അഷ്യൂർ ചെയ്യുന്നത്. ഇറ്റ്സ് എ ട്രൈ പാർട്ടി അഗ്രിമെന്റ് ബിറ്റ്വീൻ ഡെവലപ്പർ, കസ്റ്റമർ ആൻഡ് KSEB. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എമൗണ്ടിന്റെ 3% നമ്മൾ ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് KSEBക്ക് കൊടുക്കുന്നു. എനി ടൈം if the developer is not giving services അല്ലെങ്കിൽ developer is not honoring the replacements, the KSEB can come into actions. മനസ്സിലല്ലേ? by holding that അല്ലെങ്കിൽ by liquidating that and giving money to customer. അപ്പൊ അതൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് നമുക്ക് സോളാറിലുണ്ടായിരുന്ന ഒരു ബാഡ് നെയിം അതൊക്കെ മാറി KSEB ഓൾസോ സപ്പോർട്ടിങ്, ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. അവരും അക്സെപ്റ്റൻസ്. അതുപോലെ ഇപ്പൊ നമ്മളിത് ഈ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഇത് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഒത്തിരി പേപ്പർ വർക്കുകൾ, ഒത്തിരി കോംപ്ലക്സിറ്റി ആണോ? അതെല്ലാം വളരെ സ്ട്രീം ലൈൻ ഞങ്ങൾക്ക് അത് നമ്മൾ മാൽഫാസി തന്നെ ചെയ്തു. അതിനകത്ത് ഈ KSEBയുടെ സ്കീമിൽ നമുക്കൊരു പോർട്ടൽ ഉണ്ട്. ആ പോർട്ടലിൽ ഞങ്ങൾക്ക് ഒരു വിൻഡോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിൻഡോയിൽ കസ്റ്റമറിന് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ഡെവലപ്പറെ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ആ പ്രോസസ്സിൽ കൂടെ ഒരു 17 സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് കപ്പാസിറ്റി സെലക്ട് ചെയ്യാം. there is a transparency, പ്രൈസ് കാണാം, ഇൻസ്റ്റലേഷൻ പ്രോസസ് എല്ലാം, ഡെലിവറി, ഇൻസ്റ്റലേഷൻ എല്ലാം അതിൽ. ഇൻ കേസ് ഇപ്പൊ കസ്റ്റമറിന് താല്പര്യമില്ലെങ്കിൽ as a vendor you can do that. I can do that with the knowledge of customer. You will get an OTP. അത് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വെണ്ടറിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ you can do that also. Today you select me and then if I don't if somebody is not honoring the commitment, you can change a vendor. You change a vendor to somebody. അപ്പം അത് എല്ലാം ടൈം ബൗണ്ട് ആയിട്ട് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് യാതൊരു രീതിയിലും നിങ്ങൾക്ക് KSEB ഓഫീസിൽ പോയി അവിടെ പൈസ അടയ്ക്കാനോ ഒന്നും ചെയ്യേണ്ട. എന്തെങ്കിലും ഗവൺമെന്റിന്റെ കാര്യം നടന്ന് അബ്സല്യൂട്ട്ലി നോ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. ഈവൻ അതിനൊരു ചെറിയ ഫീസ്, അതായത് KSEBയുടെ ഒരു ഫീസ് ഉണ്ട്. ആ ഫീസ് അടയ്ക്കുന്നത് പോലും ഡെവലപ്പറാണ് അടയ്ക്കുന്നത്. ഡെവലപ്പർ വിൽ പേ ദാറ്റ് മണി ആൻഡ് ഗെറ്റ് ഫിനാൻഷ്യൽ സാങ്ഷൻ, ഫീസിബിലിറ്റി കിട്ടുന്നു. എല്ലാം ഓൺലൈനാണ്. മനസ്സിലായി? ദർ ഇസ് നോ പേപ്പർ യു നീഡ് ടു സബ്മിറ്റ് ടു KSEB. എവറിഥിങ് ഇസ് സീംലെസ് ആൻഡ് പേപ്പർലെസ്. കംപ്ലീറ്റ്ലി ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഇത് കിട്ടും. അതായത് സാധനം ഡെലിവറി ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു ഇന്റിമേഷൻ കിട്ടുന്നുണ്ട് നിങ്ങളുടെ മൊബൈലിൽ. ദിസ് പാർട്ടി ഹസ് കം ആൻഡ് വിസിറ്റഡ് യുവർ സൈറ്റ്, ഹി ഹസ് കം ആൻഡ് ഡെലിവേർഡ് ദ സൈറ്റ്. ഇഫ് യു ഹാവ് എനി ഡിസ്ക്രിപ്പൻസി യു ക്യാൻ കോൾ ദം. വെറുതെ അടിച്ചു കൊടുത്താലും പറ്റൂല. ഇല്ല, യു ഗെറ്റ് എ നമ്പർ ടു ബി കോൺടാക്റ്റഡ് ദാറ്റ് കമ്പനി. അപ്പൊ ഡിഫറെന്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് SMS കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് യു ക്യാൻ ഇന്ററാക്ട് വിത്ത് ദ കസ്റ്റമർ. ഇഫ് യു ഹാവ് എനി ഇഷ്യൂസ് യു ക്യാൻ അഡ്രസ് ദാറ്റ്. സോ എവറിഥിങ് ഇസ് ബിക്കം ക്വൈറ്റ് എ ട്രാൻസ്പെറന്റ് വേ. ഐ തിങ്ക് ഈ ഒരു സിറ്റുവേഷൻ വളരെ നല്ലൊരു സിറ്റുവേഷൻ ആണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻ. ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ഗോ ഫോർ സോളാർ. അപ്പൊ അങ്ങനെ ഒരു സംശയം ആർക്കും വേണ്ട. ഒരു സംശയം, തലവേദന ഉണ്ടാവും, ഒന്നുമില്ല. അതുപോലെ നമ്മളിപ്പോ ഒരു ഇൻസ്റ്റലേഷൻ ഒക്കെ
കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളത്തേക്ക് നമ്മൾ എങ്ങനെയാ അതിന്റെ ഒരു സിസ്റ്റം സർവീസിങ്ങും അതുപോലെ സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ? അതായത് ഈ KCBയുടെ സ്കീമിൽ നമുക്ക് ഈ സൗര സബ്സിഡി സ്കീമിൽ വന്നിട്ട് നമുക്ക് 5 വർഷമാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. 5 വർഷം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാറണ്ടി, വർക്ക്മാൻഷിപ്പ് വാറണ്ടി എല്ലാം നിങ്ങൾക്ക് കിട്ടും. പിന്നെ പാനലിന്റെ വാറണ്ടി ഈസ് ഓൾമോസ്റ്റ് 20 years ആണ്. മാനുഫാക്ചറർ ഇസ് ഗിവിംഗ് 20 years ഗ്യാരണ്ടി. അതിനകത്ത് 20 yearsൽ നിങ്ങൾക്ക് ഒരു 10 വർഷം നിങ്ങൾക്ക് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് വാറണ്ടി ആയിരിക്കും. ആൻഡ് യു ഗെറ്റ് an application in your mobile. Supposing you install a 10 kilowatt in your house, you get an app attached to that. In the app you will know how many units produced on a real time basis. You can see how many units produced. Right now what is the power generated. And ഓരോ മാസം കഴിഞ്ഞ വർഷം എല്ലാ മാസത്തിലും എത്രയായിരുന്നു, ഏത് മാസമാണ് കുറവ്, ഏത് മാസമാണ് കൂടുതൽ, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. പറഞ്ഞാൽ ഭയങ്കര മഴയുള്ള സീസൺ ആണെങ്കിൽ കഴിഞ്ഞ സീസണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജൂൺ, July and November was something like slightly less. Otherwise, ഈ മാസങ്ങളിൽ നിങ്ങളുടെ ലോഡും കുറവായിരിക്കും. ബിക്കോസ് in a monsoon ടൈമിൽ നിങ്ങൾ അധികം AC ഉപയോഗിക്കുന്നില്ല. Naturally your consumption will be less and your production is less. In summer time your production is high. You may use solar. ഈ പാനൽ വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ സർവീസ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? ജനറലി ഈ പാനൽസ് ഡസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ജനറലി ഇപ്പം നമ്മൾ റോഡ് സൈഡിലുള്ള ഒരു ബിൽഡിംഗ് ഒന്നും അല്ലെങ്കിൽ മേ ബി ഒരു 1 in 3 months നിങ്ങൾ ചെയ്താൽ മതിയാവും. ആക്ച്വലി സ്പീക്കിംഗ്, പിന്നെ നമുക്ക് കേരളത്തിൽ ഇഷ്ടം പോലെ മഴയുള്ളത് കൊണ്ട് ഒരു ഓട്ടോമാറ്റിക് വാഷ് നടക്കുന്നുണ്ട്. പിന്നെ സമ്മർ ടൈമിൽ യു മേ ഹാവ് ടു ഡസ്റ്റ് ഇറ്റ്. ഡസ്റ്റ് പിന്നെ എസിയുടെ തന്നെ ഫിൽറ്റർ ഒക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ അത് ജനറലി ഒരു യൂഷ്വൽ ചെയ്യാവുന്ന കാര്യം അത്രേ ഉള്ളൂ. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് വിഷ്വലി യു ക്യാൻ സി വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ സിസ്റ്റം. നിങ്ങളുടെ പാനൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ടോ, നിങ്ങൾക്ക് എനർജി എത്ര ഒരു ദിവസം എത്ര കിട്ടി, നിങ്ങൾക്ക് ഈവൻ യു ഗെറ്റ് എ വേവ് ഫോം. ഇറ്റ് ഷോസ് വെരി ക്ലിയർലി. നല്ല സൺഡേറ്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് എ വെരി ക്ലിയർ പരബോള ആയിരിക്കും. ഇൻ ദ നൂൺ ടൈം ഇറ്റ് വിൽ ബി പീക്ക് ആൻഡ് ദെൻ മോർണിംഗ് ആൻഡ് ഈവനിങ് ഇറ്റ് വിൽ ബി ലെസ്. അപ്പൊ അതെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. 1-2 ദിവസം കഴിയുമ്പോഴേ തന്നെ യു വിൽ ബി അക്വൈന്റഡ് വിത്ത് ദറ്റ് ആപ്പ്. ആ ആപ്പിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ എന്റെ പല കസ്റ്റമേഴ്സും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആർ വെരി വെരി ഹാപ്പി ടു സീ ദിസ് ആപ്പ്. അവരിങ്ങനെ ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ അയച്ച് നമ്മുടെ സ്റ്റാഫിനൊക്കെ അയച്ചു, ഇന്ന് ഇത്ര കിട്ടുള്ളൂ. ചില സമയങ്ങളിൽ നമ്മൾ ചിലപ്പോ ഒരു മരമൊക്കെ വളർന്നു വന്നിട്ട് ഇങ്ങനെ ഷെയ്ഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് മോർണിംഗ് ഇറ്റ് ഗെറ്റ് ഷെയ്ഡ്. അപ്പൊ നമുക്ക് പറയാം എന്തെങ്കിലും ഒരു സാധനം അവിടെ മരം വളർന്നിട്ടുണ്ടാവും, തൊട്ടടുത്ത് എന്തെങ്കിലും ബിൽഡിംഗ് പണിഞ്ഞിട്ടുണ്ടാവും. സോ ഈ ആപ്പ് ഇസ് വെരി വെരി യൂസ്ഫുൾ. ചില കസ്റ്റമർ വിളിച്ച് പറയാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അല്ലെങ്കിൽ എന്താ പറയുന്നത്, നിങ്ങളൊന്നും അറിയില്ല. കാര്യം നിങ്ങളുടെ KSEB പവർ ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദിസ്. അപ്പൊ നിങ്ങൾക്ക് ഈ സോളാർ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ അറിയില്ല. ബില്ല് വരുമ്പോഴാണ് ബില്ല് വരും. അപ്പൊ ഈ ആപ്പ് അറിയാം. നമ്മളും ചെക്ക് ചെയ്യാറുണ്ട്. നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിന്റെയും നമ്മുടെ പാസ്വേഡും ഇതും ഒരു ലോഗിൻ ID ആൻഡ് പാസ്വേഡ് ഇത്. ആ ലോഗിൻ ID പാസ്വേഡിൽ നമുക്കും ചെക്ക് ചെയ്യാം, ഓരോ കസ്റ്റമറിന്റെയും ചെക്ക് ചെയ്യാം. നമുക്ക് അതിന്റെ കൂടെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ഒരു ഇന്റർവെല്ലിൽ നമ്മൾ ഓരോ കസ്റ്റമറിന്റെയും ചെക്ക് ചെയ്യാറുണ്ട്. ചെക്ക് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോഴും പറയാറുണ്ട് എന്റെ കസ്റ്റമറിന്റെ അടുക്ക് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ ഒന്നിൽ അവരുടെ വൈഫൈ കട്ടായതായിരിക്കാം, ചിലപ്പം വൈഫൈ കണക്ടിവിറ്റി, വൈഫൈ കൂടെ ആണല്ലോ ഈ ഡേറ്റ വരുന്നത്. അപ്പൊ ഇൻ കേസ് വൈഫൈ കട്ടാ, അപ്പൊ ഞങ്ങൾ വിളിച്ചു പറയും നിങ്ങളുടെ വൈഫൈ അതിൽ വന്നിട്ടില്ല. അപ്പോഴാണ് പറയുന്നത് അവര് ചിലപ്പം വൈഫൈയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? ബിക്കോസ് ആ വൈഫൈയുടെ പഴയ പാസ്വേഡിലായിരിക്കും നമ്മൾ ഇത് ലോഗിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവര് വൈഫൈ പാസ്വേഡ് അല്ലെങ്കിൽ വൈഫൈ ഡിവൈസോ ചിലപ്പോൾ മാറ്റും. പ്രൊവൈഡർ മാറ്റിയാലും പ്രശ്നം മാറ്റിയാൽ പറ്റും. അപ്പൊ നമ്മൾ പറയാം യു ഹാവ് ടു ചേഞ്ച് ഇറ്റ്. അപ്പൊ അത് ഒരു വലിയൊരു ബ്രിഡ്ജാണ് ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് അസ്. ബിക്കോസ് അതിൽ കൂടെ കുറെ കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഈവൻ റീസെറ്റ് ദ ഇൻവെർട്ടർ. ചിലപ്പോ ചില ഇൻവെർട്ടേഴ്സിന് കംപ്ലൈന്റ് വരുന്നുണ്ട്. ആ കംപ്ലൈന്റ്സ് ചിലപ്പം ഞങ്ങൾ ഈ വൈഫൈ ഡിവൈസിൽ കൂടെ തന്നെ റീസെറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് വൈഫൈ കണക്ടിവിറ്റി ഈസ് ഓൾസോ വൺ മോർ ലിങ്ക് ടു ദ മാനുഫാക്ചറർ. അപ്പൊ നമ്മൾ ഗ്രോ വാട്ടർ എന്ന് പറഞ്ഞ ഒരു ഇൻവെർട്ടർ ആണ് എടുക്കെങ്കിൽ ഗ്രോ വാട്ടറിന്റെ സെൻട്രൽ സെർവർ സിസ്റ്റത്തിലേക്ക് ഈ ഇൻഫർമേഷൻസ് പോകുന്നുണ്ടാവും. അപ്പോൾ ഐ മീൻ വെൻ യു ആർ മേക്കിംഗ് എ കംപ്ലൈന്റ്, നാളെ ഒരു ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ദേ ക്യാൻ ഓൾസോ ഒബ്സർവ് ദിസ് മെഷീൻ ഇസ് നോട്ട് പ്രൊഡ്യൂസിങ് യുനോ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വർഷം ലെറ്റ് സേ ഒരു 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. 2021 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. 2022 ആയപ്പോഴത്തേക്ക് 5000 എന്നുള്ളത് 4500 ആയി.
But there is a substantial reduction, drop. They can, I mean, we can even cross check any panel എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പൊ there is a clear data in the I mean in the system app which even it's a transparency customer also will understand. And ഇതൊരു സെൻട്രലൈസ്ഡ് സ്റ്റിംഗ് ഇൻവെർട്ടർ എന്ന് പറയും, അതായത് ഒരു സിംഗിൾ ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ്. അതേപോലെ വി ക്യാൻ ഈവൻ കണക്ട് മൾട്ടിപ്പിൾ സ്മോൾ ഇൻവെർട്ടേഴ്സ്, മൈക്രോ ഇൻവെർട്ടേഴ്സ് എന്ന് പറയും. ആ മൈക്രോ ഇൻവെർട്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാനലിലും നമുക്ക് ഇൻവെർട്ടേഴ്സ് വെക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ പാനലിൽ വന്നിരിക്കുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാനൽ ഓരോ വർഷവും ഇസ് ഗെറ്റിംഗ് അപ്ഗ്രേഡഡ്. ഇപ്പൊ നമുക്ക് 330 വാട്ട്സ് പാനൽ മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. പണ്ട് 250 വാട്ടിന്റെ പാനലായിരുന്നു, അത് ഒബ്സൊലീറ്റ് ആയി. അത് കഴിഞ്ഞ് 330 ആയി, അത് ഒബ്സൊലീറ്റ് ആയി. നൗ വി ആർ മൈഗ്രേറ്റഡ് ടു നേരത്തെ അത് കഴിഞ്ഞിട്ട് ഒരു 440 എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് പാനൽ വന്നു, 440 വാട്ട്സ്. Then it has become 500 watts അല്ലെങ്കിൽ 520 watts ആയി. ഇപ്പൊ 540 ആയി. Now again it is coming to 560. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള പാനലുകൾ നമുക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി ലോസ് ഉണ്ടാവും. അതായത് ഒരിടത്ത് 300 വാട്ടിന്റെ പാനൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 300 വാട്ട് പാനലെല്ലാം കൂടെ നമുക്ക് ഒരു MPPT കണക്ട് ചെയ്യാം. അതായത് ഒരു ഇൻവെർട്ടർ, ഒരു 5 kilowatt ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 MPPT ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പം അതിനിടയ്ക്ക് നിങ്ങൾ 300 വാട്ടിന്റെ പാനലും 500 വാട്ടും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 300 വാട്ട് ഔട്ട്പുട്ട് ഈ 500നും കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി? അപ്പം going forward, micro inverter may give some more advantage for the customer. ഒരു മൈക്രോ ഇൻവെർട്ടർ ഒരു ഇൻവെർട്ടറിൽ ഒരു പാനലിൽ കണക്ട് ചെയ്യുന്നു, അടുത്ത മൈക്രോ ഇൻവെർട്ടറിൽ വേറൊരു പാനലിൽ കണക്ട് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? 500 വാട്ടിന് 500 വാട്ട് തന്നെ കിട്ടും, 300 വാട്ടിന് 300 വാട്ട് തന്നെ കിട്ടും. അപ്പൊ ഏത് സമയത്തും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. മനസ്സിലായി? മൈക്രോ ഇൻവെർട്ടർ ആണെങ്കിൽ. സ്റ്റിംഗ് ഇൻവെർട്ടറിലാണെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു MPPT ഒരു സെക്ഷനും ഒരേ ടൈപ്പിലുള്ള പാനൽ കൊടുക്കാം. അടുത്ത MPPT അടുത്ത ടൈപ്പ് 500 വാട്ടിന്റെ 550 വാട്ടിന് 540 വാട്ടിന്റെ ആണെങ്കിൽ 540ന്റെ 10 അതിൽ കൊടുക്കാം, ഇതിൽ കൊടുക്കാം. പക്ഷെ മൈക്രോ ഇൻവെർട്ടറിൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റിയാണ്. അപ്പൊ പിന്നെ വേണു, ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് ഒത്തിരി കാര്യങ്ങൾ കവർ ചെയ്തു തോന്നുന്നു അല്ലെ? ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. അപ്പൊ വേണുവിന് ഈ ഒരു സോളാർ വെക്കണമെന്ന് കുറെ നാളായിട്ട് മനസ്സിൽ ആഗ്രഹമുള്ള കുറെ ആൾക്കാരുണ്ടാവും, കേൾക്കണവരും ഉണ്ടാവും, മനസ്സിൽ ചിന്തിക്കുന്നവരും ഉണ്ടാവും. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അവരിങ്ങനെ ആവട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ കാര്യം, അങ്ങനെ ചിന്തിക്കുന്നവരോടും അല്ലെങ്കിൽ ഇതിപ്പം വേണ്ട അതൊക്കെ എല്ലാവരും ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നവരോടും പറയാനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നു വേണു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തത്. എനിക്ക് തോന്നണില്ല കേട്ടോ ഒരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും സ്പെസിഫിക് ആയിട്ട് ഓരോരോ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ വേണുവിന് എന്താ ഒരു പറയാനുള്ള ഒരു അഡ്വൈസ് ഉണ്ട്? അല്ല ജയമോൻ, ദിസ് ഇസ് ഒരു നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആണല്ലോ. നമ്മള് സസ്റ്റൈനബിൾ ആയിട്ട് ജീവിക്കണോ വേണ്ടായോ എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. നമുക്ക് പൈസ ഉണ്ട്, നമ്മൾ പൈസ റെഡിയാണ്, നമ്മൾ പൈസ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിനും ഒരു അർത്ഥമില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം നമ്മൾ ആ ഒരു പോയിന്റിലേക്കാണ് വരുന്നത്. നമുക്കിപ്പോ ഞാൻ പറയുന്ന ഒരു 3500 രൂപയിൽ കൂടുതൽ ബില്ല് വരുന്ന ഒരാൾക്ക് സോളാർ ഇസ് എ വയബിൾ പ്രൊപ്പോസിഷൻ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ആൻഡ് ടുഡേസ് വേൾഡ് ഇസ് വെരി വെരി കൺഡ്യൂസീവ്. വളരെ ഗവൺമെന്റ് ഇസ് സപ്പോർട്ടിങ്. സിറ്റുവേഷൻ ഈസ് ഓൾസോ വെരി മച്ച് റൈറ്റ് അറ്റ് ദിസ് മൊമെന്റ്. നിങ്ങൾക്ക് സോളാർ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നഷ്ടം വരുന്നില്ല. സബ്സിഡി ഈസ് ബീൻ ഗിവൺ ഫോർ 40%. ഒന്ന് ആലോചിച്ച് നോക്കുക, 1,50,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 2 ലക്ഷം രൂപ നിങ്ങൾ കൊണ്ട് ബാങ്കിൽ ഇട്ടാൽ നിങ്ങൾക്ക് എന്താ കിട്ടും? കൂടി 1,500 രൂപ കിട്ടും. നിങ്ങൾ 1,50,000 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് എല്ലാ മാസവും 2,000 രൂപ വരുന്ന എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് മോർ ദാൻ യുവർ ബാങ്ക് ഇൻട്രസ്റ്റ്. ആൻഡ് നിങ്ങൾക്ക് എനർജി നിങ്ങൾക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഇൻഡക്ഷൻ കുക്കേഴ്സ് ആർ അവൈലബിൾ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കെറ്റിൽസ് ആർ അവൈലബിൾ. യു ക്യാൻ യൂസ് ബിക്കോസ് എനിവേ യുവർ ഗ്യാസ് ഇസ് ഓൾസോ എക്സ്പെൻസീവ്. നിങ്ങളുടെ ഒരു ഗ്യാസ് കുറ്റി ഇപ്പൊ ഡൊമസ്റ്റിക് തന്നെ അറൌണ്ട് 1,000 rupees യൂസ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എനർജി നിങ്ങൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ മാനേജ് യുവർ എഫിഷ്യന്റ് വേ. The energy can be managed in a very efficient way. You know that you are producing 300. See, let us say 3 കിലോവാട്ടിന്റെ ഒരു സോളാർ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 12 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? 12 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മാസത്തിലെ 300+ യൂണിറ്റ്സ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നിങ്ങൾ ഒരു മാസം നിങ്ങളുടെ ബില്ല് നോക്കുന്നു. നിങ്ങളുടെ ലെറ്റ് സേ നിങ്ങൾ ഒരു മാസം 200 നിങ്ങളുടെ കൺസംഷൻ എങ്കിൽ നിങ്ങൾ 100
യൂണിറ്റ് എക്സസ് ഉണ്ട്. നിങ്ങൾ ആ 100 യൂണിറ്റും കൂടെ യൂസ് ചെയ്യാനുള്ള ഗാഡ്ജറ്റ്സ് മേടിക്കാം. അതെ, കുക്കിംഗ് ഗാഡ്ജറ്റ്സ് അവൈലബിൾ, ഹോട്ട് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള. എന്തായാലും നിങ്ങൾ കുക്ക് ചെയ്യണം, 3 സമയം നിങ്ങൾക്ക് കിച്ചൺ ആക്റ്റീവ് ആണ്. അതിൽ നിങ്ങൾ കുറച്ച് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാം. അപ്പൊ നിങ്ങളുടെ കൺസംഷൻ, നിങ്ങളുടെ സേവിങ് ഇൻ ഗ്യാസ്. ഈവൻ നമുക്ക് അയൺ ചെയ്യാം. അയൺ പുറത്തുകൊടുത്താണ് പലരും. അതെ, അയൺ ചെയ്യാം. ഇപ്പൊ ഞങ്ങള് പിന്നെ ഇത് പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട് ഇവിടെ. ഞങ്ങൾ അതുവഴി വഴി ഞങ്ങള് കുറെ ലോണുകൾ കൊടുക്കും. ലോൺ വഴി സോളാർ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് BNA നിന്ന് വന്ന ഒരു കണക്ട് ആണ്. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ BNA വിന്നേഴ്സ് ചാപ്റ്ററിൽ അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ. അപ്പൊ പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ആദ്യം ഒരു വെണ്ടർ ഉണ്ടായിരുന്നു. ആ വെണ്ടറിന് ഹി കുഡ് നോട്ട് മീറ്റ് ദ ഡിമാൻഡ്. ആ സമയത്താണ് കൃഷ്ണകുമാർ എന്നോട് വന്നത്. അവിടുത്തെ AGM പുള്ളിയുടെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, വി ആർ റെഡി ടു സപ്പോർട്ട്, വി ആർ ഓൾറെഡി ദെയർ ഇൻ ദ എംപാനൽ. ഞങ്ങള് അവര് വഴി, അവർക്ക് 21 ശാഖകളുണ്ട് ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ. അത് കണയന്നൂർ താലൂക്കിനുള്ളിലാണ് അവരുടെ അവര് ലോണുകൾ നന്നായിട്ട് കൊടുക്കുന്ന ഒരു ബാങ്കാണ് ഈ സോളാറിന് വേണ്ടി. എനിക്ക് തോന്നുന്നത് സോളാറിന് ആദ്യമായിട്ട് ലോൺ കൊടുക്കുന്ന ഒരു കോപ്പറേറ്റീവ് സെക്ടറിലെ ബാങ്ക് അവരായിരിക്കും. അവർക്ക് കൊളാറ്ററൽ വേണ്ട, ഒരു ഇൻട്രസ്റ്റ്, വളരെ ചെറിയൊരു ഇൻട്രസ്റ്റിലാണ് അവരത് കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ഒരു മീറ്റിങ്ങിന് ഞാൻ പോയി, നെട്ടൂര് തന്നെ, നെട്ടൂരുണ്ടായിരുന്നു. ഞാൻ അവരുടെ ഒരു സോളാർ ലോൺ മേള ഒരു പ്രോഗ്രാമിന് പോയി. അപ്പം അവിടെ ഒരു സ്പീക്കറായിരുന്നു ഞാൻ. അപ്പൊ അന്ന് ഞങ്ങളുടെ തന്നെ ഒരു കസ്റ്റമർ അവിടെ വന്നിട്ട് പറയുണ്ടായി. അദ്ദേഹം ഒരു എക്സൈസിൽ ജോലി ചെയ്ത ഒരാളാണ്. അദ്ദേഹം റിട്ടയർഡായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആൽഫാസിയുടെ പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ 1.5 വർഷമായിട്ട്. അയാളുടെ ഗ്യാസ് ആദ്യം ഒരു മാസം ഉപയോഗിച്ചിരുന്ന ഗ്യാസ് ഇപ്പം 3 മാസം വരെ ഉപയോഗിക്കാൻ പറ്റുന്നു. ദാറ്റ് മീൻസ് പുള്ളിക്കാരൻ അത് പ്ലാൻ ചെയ്തു. ഹി ഈസ് ഏബിൾ ടു മാനേജ് ദ എനർജി യൂസേജ് വെരി വെൽ. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹം കുറെ ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ് വാങ്ങിച്ചു. ഇൻഡക്ഷൻ കുക്കർ മേടിച്ചു, കെറ്റിൽ വാങ്ങിച്ചു. കോഫി ഈസ് മേക്കിംഗ് ഇൻ ദ കെറ്റിൽ ഇൻസ്റ്റെഡ് ഓഫ് ബേണിംഗ് ദ ഗ്യാസ്. അപ്പം ആൾ കുറച്ചുകൂടെ പുള്ളി ഇലക്ട്രിക്കൽ സ്കൂട്ടർ വാങ്ങി പുള്ളി. അപ്പം ഞാൻ അതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് പെട്രോളിന്റെ കാശിന്റെ കുറവ് അത് വന്നു. 3 യൂണിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഹി ഈസ് ഏബിൾ ടു use a vehicle for about 30-40 kilometers. 3 യൂണിറ്റ്. That is also coming free for you. For അപ്പൊ ഞാനൊരു ഇലക്ട്രിക് കാർ ഉപയോഗിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്ത് വരുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പുള്ളി പറയണ, ഇനിയിപ്പോ ഞാൻ മേടിക്കുകയാണെങ്കിൽ അയാൾ ബൈ ഇലക്ട്രിക് കാർ മേടിക്കാൻ. മനസ്സിലായല്ലോ? അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ എനിക്കൊരു കാര്യം തോന്നിയത്, നമുക്ക് വേറൊരു ഗുണമുണ്ടല്ലോ. ഇപ്പൊ ഈ സാറ് മെയിൻ്റനൻസ് ഒക്കെ ആയിട്ട് പലപ്പോഴും KSEB ഒരു ദിവസം വർക്ക് ചെയ്യാനുള്ള മരമെട്ടായിട്ട് നമുക്ക് ഇതുള്ളവന് കറണ്ട് പോണില്ലല്ലോ. ഇല്ലില്ല, ഇത് ഓൺ ഗ്രിഡ് പ്രോജക്റ്റ് ആണ്. അപ്പൊ കിട്ടില്ല. അതിനൊരു ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ വർക്കിംഗ് ഫ്രം ഹോം വളരെ ആക്റ്റീവ് ആണ്. ഇപ്പൊ ലെറ്റ്സ് സേ ജയമോന്റെ മോള് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നു. സഡൻലി ദർ ഇസ് എ പവർ ഫെയിലിയർ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നു. ഇൻവെർട്ടറിന് ഒരു 3 to 4 hours ബാക്കപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സമയത്ത് പവർ ഫെയിൽ, ബിക്കോസ് ഇത് ഗ്രിഡ് ടൈ ഇൻവെർട്ടർ എന്നാണ്, ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ. KSEBയുടെ പവർ ഇങ്ങനെ വന്നിരിക്കുന്നു, അതിലേക്ക് നമ്മുടെ സോളാർ പവർ പോയി സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. ആണല്ലോ. അപ്പൊ KSEBയുടെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇതും വിഡ്രോ ചെയ്യും. എന്താണ് റീസൺ? സേഫ്റ്റിക്ക് വേണ്ടി. അതൊരു ഫീച്ചറാണ്. നമ്മൾ ജനറേറ്റർ വെക്കുമ്പോൾ ചെയ്യുന്ന ഇതൊരു ആന്റി ഐലൻഡിങ് എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചറാണ്. അതായത് പവർ ഫെയിൽ ആയി കഴിഞ്ഞാൽ യു ആർ നോട്ട് സപ്പോസ് ടു ഫീഡ് ദ പവർ ടു ദ ഗ്രിഡ്. ഇത് ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അവിടെ ഒരു റിലേ ഒന്നും ഇല്ല. മനസ്സിലായി? അത് ഓൾറെഡി ഗ്രിഡിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗ്രിഡിന്റെ മീറ്ററിലേക്കാണ് നമ്മൾ ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പൊ ഒരിക്കലും പവർ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ തിരിച്ചു പോവില്ല. ഇതൊരു റെഫറൻസ് ആണ്. ഈ KSEBയുടെ പവർ ആണ് ഈ ഇൻവെർട്ടറിലേക്കുള്ള റെഫറൻസ് എടുത്തിരിക്കുന്നത്. ആ റെഫറൻസ് 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കട്ടോ. മനസ്സിലായില്ലേ? സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും ചോദിക്കാം, ഞാൻ സോളാർ മേടിച്ചു, പക്ഷെ എനിക്ക് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പവർ കിട്ടുന്നില്ല. അതാണല്ലോ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ 10 പാനലുള്ള സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ വെക്കാം. ഹൈബ്രിഡ് ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ പവർ ഫീൽ ആവുന്ന സമയത്ത് ഈ പവർ കൊണ്ടുപോകാം. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇൻവെർട്ടർ ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ആ ഇൻവെർട്ടറിന്റെ കൂടെ വീണ്ടും ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ വെക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു MPPT ചാർജ് കൺട്രോളർ അത് അവൈലബിൾ ആണ്, നമ്മൾ ചെയ്യുന്നുണ്ട്.
ഈ സോളാർ പാനലിൽ നിന്ന് നമ്മൾ പാരലൽ ആയിട്ട് ഒരു കണക്ഷൻ ഈ MPPT ചാർജ് കൺട്രോളറിലേക്ക് കൊടുക്കുക. അപ്പൊ പവർ ഉള്ള സമയത്ത് സോളാർ വിൽ വർക്ക് ആസ് എൻ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ. പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നിങ്ങൾ ഉപയോഗിക്കുന്നു, അതിനുശേഷം എക്സസ് വെളിയിലേക്ക് പോകും. പവർ ഫീൽ ആവുന്ന സമയത്ത് ഈ MPPT ചാർജ് കൺട്രോളറിലേക്ക് നമ്മളൊരു വൈ കണക്ടർ ഇട്ടിട്ട് കൊടുക്കുന്ന പവർ നേരെ MPPT ചാർജ് കൺട്രോളറിലേക്ക് പോകും. ഈ ചാർജ് കൺട്രോളർ വിൽ കൺവേർട്ട് ദ DC പവർ ഇൻ ടു ബാറ്ററി യൂസേജബിൾ പവർ. ബാറ്ററിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. നേരിട്ട് കൊടുക്കാൻ പറ്റില്ല, കാര്യം അതിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. കാര്യം ലൈറ്റ് കൂടുതൽ വരുന്ന കൂടുതൽ DC വരും. അതിനെ കൺട്രോൾ ചെയ്ത് MPPT എന്ന് പറഞ്ഞാൽ മാക്സിമം പവർ ട്രാക്ക് എന്നാണ് പറയുന്നത്. മാക്സിമം പവർ പോയിന്റ് ട്രാക്ക്. ആ മാക്സിമം പവർ പോയിന്റ് ട്രാക്ക് എക്യുപ്മെന്റ് വിൽ ഡ്രോ ദ പവർ ഫ്രം സോളാർ പാനൽ ആൻഡ് ഫീഡ് ഇറ്റ് ടു ദി ബാറ്ററി. ഇപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? പവർ ഫീലായി, ബാറ്ററിയിലേക്ക് സോളാറിന്റെ പവർ എത്തി, ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് പവർ. പകൽ സമയത്ത് യു ക്യാൻ കണ്ടിന്യൂസ്ലി വർക്ക് ഈവൻ ആഫ്റ്റർ 4 hours ഇറ്റ് വിൽ വർക്ക്. ലെറ്റ് us ഇമാജിൻ രാവിലെ പവർ കട്ട് ചെയ്തു, രാവിലെ സോളാർ വന്നു, MPPT ചാർജ് കൺട്രോളറിൽ സോളാറിൽ വൈകുന്നേരം വരെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ വർക്ക് ഫ്രം ഹോം ആൾക്കാർക്കും ഈ പവർ തന്നെ ഉപയോഗിച്ച് അവരുടെ അന്നത്തെ വർക്ക് ചെയ്യാൻ പുതിയ ചലഞ്ചുകൾ ഉണ്ടാവും. ഇപ്പൊ ഈ ട്രാൻസ്ഫോമർ സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൺ ഗ്രിഡ് പ്രോജക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ ദ ഫ്യൂച്ചർ ഈസ് ഫോർ ദ ബാറ്ററി. അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത ബാറ്ററി ഓപ്പറേറ്റഡ് സിസ്റ്റത്തിലേക്ക് വരും. അപ്പൊ ഈ പീക്ക് ലോഡ് മാനേജ്മെന്റ് ഒക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ന്യൂ ബാറ്ററി സിസ്റ്റംസ്, ഇപ്പോഴത്തെ ഉള്ള ബാറ്ററി സിസ്റ്റം ഇസ് ലെസ് എഫിഷ്യന്റ് അല്ലെ, ലെഡ് ആസിഡ് ബാറ്ററി. അപ്പൊ അതൊക്കെ മാറി എഫിഷ്യന്റ് ആയിട്ടുള്ള ബാറ്ററി വരും തീർച്ചയായിട്ടും. ഇപ്പം EV-ലൊക്കെ പണ്ട് നമ്മൾ ആദ്യം ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ ചലഞ്ച് ബാറ്ററി ഇഷ്യൂ. കറക്റ്റ്. സോ ന്യൂ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഇസ് കമ്മിങ്. ബാറ്ററി ലൈഫ് ഇസ്, ഇപ്പൊ ഈ EV-യിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ തന്നെ ഒരു 6-7 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ റീയൂസ് ദാറ്റ് ബാറ്ററി ഫോർ ദീസ് കൈൻഡ് ഓഫ് അപ്ലിക്കേഷൻസ്. അപ്പോൾ അടുത്തൊരു മേഖല എന്ന് പറയുന്നത് അതാണ്, ഒരു പിന്നെ ബാറ്ററി ഓപ്പറേറ്റഡ് സിസ്റ്റം, ഈ ഹൈബ്രിഡ് സിസ്റ്റം പോലെ. നമുക്ക് ഏറ്റവും വലിയ ചലഞ്ച് വരാൻ പോകുന്നത് ഈ പീക്ക് മാനേജ്മെന്റ് ആയിരിക്കും. ഈ പീക്ക് ടൈമിലുള്ള എനർജി മാനേജ്മെന്റ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ, ഇപ്പൊ ഈ ഓൺ ഗ്രിഡിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പകൽ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബട്ട് അത് ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണല്ലോ. പക്ഷെ അതൊരു സൊല്യൂഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ആ പീക്ക് മാനേജ്മെന്റ് നമ്മൾ നമ്മുടെ ചലഞ്ചാണ്. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അത് നമുക്കൊരു നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ബാറ്ററീസ് വരുന്നതോടുകൂടി, കോസ്റ്റ് എഫക്റ്റീവായി വരുന്നതോടുകൂടി എല്ലാ വീടുകൾക്കും എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ പവർ, അതായത് നമ്മുടെ ഡിസ്കോമിന്റെ പവർ ആവശ്യമില്ലാത്ത സ്ഥിതിയിലേക്ക് വരും. മനസ്സിലായില്ലേ? നമുക്ക് KSEB പവർ ഇല്ലാതെ തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, അത് നമ്മൾ ഉപയോഗിക്കുന്നു. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്രയും പെട്ടെന്ന് ആവട്ടെ. നമ്മൾ ഓരോ വീടും ഓരോ പവർ ഹൗസ് ആകുക, ഓരോ വീടും നെറ്റ് സീറോ ബിൽഡിംഗ് ആവുക. നമ്മളിപ്പോ രാജ്യം പറയുന്നത് നമ്മളിപ്പോ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ സോളാർ എനർജിയിൽ ഭയങ്കര സഫീഷ്യന്റ്. അവിടെയൊക്കെ നമുക്കറിയാലോ സൂര്യന് കിട്ടുന്നത് വളരെ അപൂർവമായിട്ട് കിട്ടുന്നത്. ഇന്ത്യയില് ഫുൾ ടൈം നോർത്ത് ആൻഡ് നോക്കിയാലും സൗത്ത് നോക്കിയാലും അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള സോളാർ എനർജി ഉണ്ട്. നമ്മളൊരു ട്രോപ്പിക്കൽ കൺട്രിയാണ്, നമുക്ക് അബുണ്ടൻസ് ഓഫ് സോളാർ എനർജി. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമ്മളത് ഓരോ മനുഷ്യനും അത് ആലോചിക്കുക, നമുക്കുള്ള എനർജി അവൈലബിൾ ചെയ്യുക. ഈ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ ലോകം നല്ല എന്താണ് മലയാളത്തിൽ നല്ല അല്ല ഞാൻ പറഞ്ഞത് അത് ശരിയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. നമ്മൾ പലർക്കും ഉള്ള പ്രശ്നമാണ്. ഇതൊക്കെ പണ്ട് ഞാൻ എന്താ പറയാ, ചില ആൾക്കാർ എന്റെ ഫ്രണ്ടിനോടൊക്കെ നമ്മളൊരു തേക്ക് മരം വെക്കാനൊക്കെ പറയും. നമ്മൾ വീടുകളിൽ തേക്ക് സൈഡിലൊക്കെ വെക്കുമല്ലോ. അപ്പൊ ചിലപ്പോ ചില ആൾക്കാർ അതൊക്കെ വെച്ചിട്ട് തന്നെ 50-60 കൊല്ലം കഴിഞ്ഞ് ഞാനുണ്ടാവില്ല. ഇതിന് വേണ്ടിയിട്ട് അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടില്ല. പക്ഷെ അങ്ങനെ അന്ന് നമ്മുടെ അപ്പാപ്പൻ അങ്ങനെ അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അപ്പൻ അങ്ങനെ ചിന്തിച്ചെങ്കിൽ നമുക്ക് പറഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മുടെ ലാഭം മാത്രം നോക്കിയാൽ പോരാ. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾക്ക് എന്താ പറയാ, വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പല കാര്യങ്ങളാണ് നമ്മൾ ഒറ്റയടിക്ക് അടിച്ചു തീർക്കുന്നത് എല്ലാ സ്ഥലങ്ങളും. അപ്പൊ അതിനു വേണ്ടിയിട്ടും നമ്മളൊരു നല്ലൊരു പൗരബോധത്തോടു കൂടി രാഷ്ട്രീയ സേവനത്തോട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും സന്തോഷം. അതായത് ഈ നമ്മൾ ഇപ്പോ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾ ബൈ 2070 വി വോണ്ട് ടു ബി നെറ്റ് സീറോ 2070. അതാണ്
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മുടെ കേരളം അതിനോട് അലൈൻഡ് ആണ്. നമ്മൾ അതിന് മുമ്പേ തന്നെ എത്താനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇതേ ഒരു രീതിയിൽ പോവാണെങ്കിൽ ഒരു 2030 നമ്മൾ 50% എത്തുന്നത് അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ കേരളം എത്താം. ഇപ്പൊ ആലോചിക്കും, നമ്മൾ ഓരോരുത്തരും നമ്മൾ ഒരു നെറ്റ് സീറോ ഹൗസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വെള്ളവും എനർജിയും നമ്മൾ തന്നെ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു, നമ്മൾ തന്നെ ഉപയോഗിക്കുന്നുവെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം സീറോ ഡിസ്ചാർജ്, നമ്മൾ വെളിയിൽ കളയാതെ നമ്മൾ തന്നെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നു എങ്കിൽ അവിടെ ആ ഏരിയയാണ് നമ്മൾ കുറച്ച് വീക്ക് ആയിട്ടിരിക്കുന്നത്. ഇത്രയും മഴ കിട്ടിയിട്ടും അല്ല, അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അബുണ്ടൻസ് ആണ്, നമുക്ക് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ വിലയില്ല. പക്ഷെ എങ്കിലും ഒന്ന് ആലോചിക്കൂ, നമ്മൾ ഇത്രയും മഴ കിട്ടുന്ന സംസ്ഥാനമായിട്ട് പോലും ചില സമയങ്ങളിൽ ചേരാനെല്ലൂർ പഞ്ചായത്തിൽ പിന്നെ വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ തടഞ്ഞു വെച്ചു ഉണ്ടല്ലോ. ഒരു കുടം വെള്ളം കിട്ടുന്നില്ല. അതെന്താണ് നമ്മൾ ആലോചിക്കേണ്ടല്ലേ? നമുക്ക് ഇത്രയും വെള്ളം കിട്ടുന്നുണ്ട്, നമുക്കൊരു നല്ല മഴക്കുഴി ഉണ്ട്, നമ്മൾ ആ വെള്ളം നമ്മൾ സംഭരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ആ ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മോശപ്പെട്ട വെള്ളം ഒരു 3-4 സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിണറ്റിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ദർ ഇസ് ഐ സേവ് വാട്ടർ മിഷൻ എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഒരു ഇന്ത്യൻ പ്ലംബിംഗ് അസോസിയേഷന്റെ NEC മെമ്പറാണ്, നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പൊ അവിടെ ദർ ഇസ് ഐ സേവ് വാട്ടർ മിഷൻ. ദർ ആർ ലോട്ട് ഓഫ് മിഷൻസ് ആക്ച്വലി ഹാപ്പനിങ്. ഇന്ത്യൻ പ്ലംബിംഗ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ അപെക്സ് ബോഡിയാണ്, പ്ലംബിംഗ് അസോസിയേഷൻ. പ്ലംബിംഗ് കോഡ്സ് ഡെവലപ്ഡ് ബൈ ദം. ലോട്ട് ഓഫ് വാട്ടർ സേവിംഗ് മിഷൻസ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒത്തിരി പ്രോജക്റ്റുകൾ ഇന്ത്യൻ പ്ലംബിംഗ് അസോസിയേഷൻ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഒരു അബുണ്ടൻസിന്റെ കാരണമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇഷ്യൂ വരുന്നത്. അത് നമ്മൾ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാണ്. നമ്മൾ ഓരോ വീടും ചെയ്യുമ്പോഴും നമ്മൾ ആ വെള്ളം കംപ്ലീറ്റ്ലി നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കംപ്ലീറ്റ് വാട്ടർ നമ്മൾ എടുത്ത് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്ത് നമ്മുടെ കിണറ്റിലേക്ക് ഫീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ പ്രദേശത്തുള്ള വാട്ടർ ടേബിൾ നന്നായി നല്ല വെള്ളം കിട്ടുമല്ലോ, വെള്ളത്തിലേക്ക് വരും. ആ വെള്ളം നമുക്ക് ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കാം. നമുക്ക് വേറെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിന് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതി വിഭവം നമ്മളത് എക്സോസ്റ്റഡ് ആവണം വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ എന്താ പലപ്പോഴും പല സമയത്ത് നമ്മൾ ഈ വെള്ളം മുഴുവൻ നമ്മുടെ കോമ്പൗണ്ടിൽ നിന്ന് വെളിയിലേക്ക് തള്ളിവിടാനാണ് നോക്കുന്നത്. എങ്ങനെയെങ്കിലും ചാല് വെട്ടി നമ്മുടെ പുറത്തേക്ക് സമുദ്രത്തിലേക്ക് കളയാണ്. അതെന്ത് എങ്ങനെയും പ്രിസർവ് ചെയ്ത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അതിൽ ലെവല് കൂടി വരണം, അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ പലപ്പോഴും പണ്ടൊക്കെ കിണർ കുത്തണമെങ്കിൽ പോകുന്നിടത്ത് ഇപ്പൊ വെള്ളം കിട്ടാനില്ല, താഴേക്ക് പോയാൽ മാത്രം കിട്ടുന്ന അവസ്ഥ. അതിന് മെയിൻ കാരണം വെള്ളം പെയ്യുന്ന മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ അപ്പൊ തന്നെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് നേരെ കായലിലേക്ക് വിടാണ്. അതാണ് അതിലൊരു പ്രശ്നം വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു വലിയ താമസമില്ലാതെ വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ എല്ലാവരും, പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാവരും സോളാറിലേക്ക് തന്നെ മാറും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത്ര നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ ഒരു 28 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ വളരെ നല്ല ഇൻസ്റ്റലേഷൻസും എന്താ പറയാ അറിവുള്ള ഒരാളെ വേണുവിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ കേട്ടത്. അപ്പൊ എനിക്കും എല്ലാവരോടും പറയാനുള്ളത്, കാണുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടില് നമ്മൾ ഇത് മാത്രമല്ല, നമ്മുടെ ഈ പറഞ്ഞ കോസ്റ്റ് സേവിങ് മാത്രം, നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന വലിയൊരു ഇത് കൂടിയാണ്. കാരണം ഗ്ലോബൽ വാർമിംഗ്, പൊല്യൂഷൻസ് കുറയ്ക്കുന്നു, എല്ലാം കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് സോളാറിലേക്ക് മാറണം എന്നാണ് നമുക്കും അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൂടാതെ ഇത്ര സമയം എനിക്കോട് ഒത്തിരി സമയം എടുത്തു, പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഒട്ടും നഷ്ടമായിട്ടില്ല. കാരണം വെച്ചാൽ അത്രയും നല്ല അറിവുകളാണ് വേണു തന്നത്. പ്രത്യേകം ചാനലിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള അറിയിക്കുന്നു. എല്ലാവരെയും എന്താ പറയാ, എന്തെങ്കിലും നിങ്ങൾക്ക് ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത്രയും സംസാരിച്ച് ഒരുപാരിപ്പെട്ട എല്ലാം പുള്ളി കവർ ചെയ്തു. എങ്കിലും ഇനി കൂടുതലായിട്ട് വേണമെങ്കിൽ വേണുവിന്റെ നമ്പർ ഞാൻ താഴെ കാണിക്കുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവർക്കും എന്തെങ്കിലും സംശയമുള്ളവർക്കും നിങ്ങളിപ്പോൾ ആൽഫാസിന്ന് തന്നെ വാങ്ങണം എന്നുള്ള ഉദ്ദേശിച്ചിട്ടല്ല തരുന്നത്. പക്ഷെ ഏത് സംശയങ്ങൾക്കും നല്ലൊരു കൺസൾട്ടന്റ് പോലെ വർക്ക് ചെയ്യുന്നതാണ് വേണു. അപ്പൊ ആ ഒരു വേണു അങ്ങനെ ഒരു സപ്പോർട്ട് എല്ലാവർക്കും കൊടുക്കുക. വേണുവിന്റെ എന്താ പറയാ ഉത്തരോത്തരം കമ്പനി അടുത്ത തലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ ഭാവങ്ങളും നൽകുന്നു. നന്ദി.